Okay, students. Now, we will go to topic. Sum of n terms of an AP. So all of you know that Sn is the sum of n terms of an AP. Sn is represent here. Nth term is an, sum up to n terms is Sn. So no doubt this is a1 plus a2 plus a3 plus etc. plus an. Then we get Sn is equal to this an is now an plus a2 plus correspondingly reverse an an minus 1 plus an minus 2 plus etc. plus a1 vare undav. In AP inde valare pradhanapetta oru property aanu ningalku ellarkum ariyam. A1 plus an will be equal to a2 plus an minus 1 is equal to alla plus. So first term plus last term is equal to second term plus second last term plus third third last term. A3 plus an minus 2 equal to equal ആണ് എന്ന് വെച്ചാൽ ഈ രണ്ട് സീക്വൻസ് this is equation number 1 and this is equation number 2 ഇങ്ങനെ രണ്ട് സീരീസ് പ്രോഗ്രഷൻ സീരീസ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ equation number 1 plus 2 implies Sn plus Sn is 2Sn is equal to, here we know that a1 plus an അത് തന്നെയാണ് a2 plus an minus 1 അത് തന്നെയാണ് a3 plus an minus 2 അത് AP ന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഉപയോഗിച്ച് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ this is n times a1 plus an. This is not Sn, ഇത് 2Sn ആണ്. 2 അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ Sn is equal to n by 2 into a1 ന് പകരം നമുക്ക് എന്ത് എഴുതാം, ഫസ്റ്റ് ടേം പ്ലസ് nth ടേം. ഇതാണ് ഒരു ഫോർമുല. അഥവാ Sn is equal to n by 2 into a plus l, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ഇങ്ങനെയൊക്കെ പറയാം. ഇനി a1 പ്ലസ് an അല്ലെങ്കിൽ a പ്ലസ് l എന്ന് പറഞ്ഞാൽ nth ടേം അഥവാ ലാസ്റ്റ് ടേം ആണ്. അതിന് നമുക്ക് നേരത്തെ ഒരു ഫോർമുല കിട്ടിയിട്ടുണ്ട്, an is equal to a plus n minus 1 into d. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വേറെ ഒരു റിസൾട്ട് കൂടി നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് Sn is equal to n by 2 into already an a is there, then l is an. l എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ nth ടേം an തന്നെയാണ്. ദാറ്റ് ഈസ് a plus n minus 1 into d. അത് an ന്റെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. Now we can combine this a and a. Now this is n by 2 into 2a plus n minus 1 into d. Okay, ഇതാണ് Sn ന്റെ മറ്റൊരു ഫോർമുല. ഇതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 unknowns കണക്റ്റിംഗ് ഇക്വേഷൻ ആണ് ഇത്. Sn is an unknown n a d, a d n Sn. നേരത്തെ എന്തായിരുന്നു, a d n a n, ഇത് a n ന് പകരം Sn. ഇങ്ങനെ ഒരു 4 unknowns കണക്റ്റിംഗ് ഇക്വേഷൻ ആണ്. ഇതിൽ ഏതെങ്കിലും 3 നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നാലാമത്തെ കണ്ടുപിടിക്കാം. എന്നും എയും ഡിയും തന്നാൽ Sn കണ്ടുപിടിക്കാം, Sനും എയും ഡിയും തന്നാൽ n കണ്ടുപിടിക്കാം, Sനും എയും എന്നും തന്നാൽ d കണ്ടുപിടിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള സാധ്യതകൾ ഇതിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് Sn ന്റെ ഫോർമുല. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് Sn. നമ്മൾ നേരത്തെ പ്രോപ്പർട്ടീസ് ഓഫ് an പഠിച്ചിരുന്നു, അതുപോലെ തന്നെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് Sn. വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ Sn is equal to n by 2 into 2a plus n minus 1 into d. Let us open all the brackets. n by 2 into 2a is an plus n by 2 into n minus 1 into d is n square by 2d. അഥവാ d by 2 into n square. Then n by 2 into minus d is minus d by 2 into n. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്താൽ here an n square ടേം, രണ്ട് n ടേം, രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ d by 2 n square plus a minus d by 2 into n. It's a quadratic polynomial without a constant. Quadratic polynomial സാധാരണ ഉണ്ടാവുക an square plus bn plus c ആണ്. ഇവിടെ c ടേം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ടേം ഇല്ലാത്ത ഒരു പോളിനോമിയൽ ഇൻ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇൻ n. d by 2 നെ നമ്മൾ a എന്ന് വിളിച്ചാൽ we can call it an square plus a minus d by 2 നെ നമ്മൾ b എന്ന് വിളിച്ചാൽ this is in the form an square plus bn. an എങ്ങനെയായിരുന്നു, ap arithmetic progressionന്റെ nth term an was in the form an plus b and Sn sum of the n terms is in the form an square plus bn. ഇവിടുത്തെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. a എന്ന് വെച്ചാൽ അത് d by 2 ആണ്. സോ d by 2 നാണ് നമ്മൾ a എന്ന് കൊടുത്തത്. ദാറ്റ് ഇംപ്ലൈസ് d is equal to കോമൺ ഡിഫറൻസ് എന്താണ്, 2a. അഥവാ ഒരു an square plus Sn is equal to an square plus b എന്ന് കണ്ടാൽ ഉടനെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, AP ആണെന്ന് മനസ്സിലാക്കാം. AP ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ now we need to get the first term and common difference. വളരെ എളുപ്പമാണ്. d is 2a അഥവാ twice the coefficient of n square. അത്ര ചെയ്താൽ മതി.
കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ. an സ്ക്വയർ പ്ലസ് bn ൽ രണ്ട് ടേംസ് ആണ്, ഒരു n സ്ക്വയർ ടേമും n ടേമും. അതിൽ n സ്ക്വയർ ടേമിന്റെ കോഎഫിഷ്യന്റിന്റെ ഡബിൾ എടുത്താൽ യു വിൽ ഗെറ്റ് ദ കോമൺ ഡിഫറൻസ്. n/2 നെയാണ് a എന്ന് റീപ്ലേസ് ചെയ്തത്. സോ d/2 ഈസ് a ആൻഡ് d ഈസ് 2a. സിമിലർലി ഇത് രണ്ടും കൂടി സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ d/2 പ്ലസ് a മൈനസ് d/2. അതിൽ ഈ ആദ്യം എഴുതിയ d/2 ആരാണ്? ദാറ്റ് d/2 ഈസ് a ആൻഡ് ദിസ് a മൈനസ് d/2, ദിസ് എൻ്റയർ a മൈനസ് d/2 ഈസ് b. അപ്പോൾ ഇവിടെ മൈനസ് d/2 പ്ലസ് d/2 കൂടി ക്യാൻസൽ ആയി പോയാൽ യു ഗെറ്റ് ദ ഫസ്റ്റ് ടേം. എന്ന് വെച്ചാൽ അതിൽ എയും ബിയും കൂടി ആഡ് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. ദാറ്റ് ഈസ് വെരി സിമിലർ, സെയിം ആസ് ദാറ്റ് ഓഫ് an ഓഫ് an AP. അപ്പോൾ an ഓഫ് an AP ലീനിയർ പോളിനോമിയൽ ആണ്. അവിടുത്തെ n-ന്റെ കോഎഫിഷ്യന്റ് തന്നെയാണ് കോമൺ ഡിഫറൻസ്. ഇവിടെ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിന്റെ ഡബിൾ ആണ് കോമൺ ഡിഫറൻസ്. അവിടെ a പ്ലസ് ബി തന്നെയാണ് ഫസ്റ്റ് ടേം, ഇവിടെയും a പ്ലസ് ബി തന്നെയാണ് ഫസ്റ്റ് ടേം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ടേബിൾ ആക്കി വരക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു AP ഉണ്ട്, നമ്മൾ ഇവിടെ നമ്മൾ എന്ത് വരയ്ക്കുകയാണ്? ഫോം ഓഫ് an SN ഏത് രൂപത്തിലാണ് ഉണ്ടാവുക എന്നതാണ് ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫസ്റ്റ് ടേം അഥവാ എ എങ്ങനെ കിട്ടും എന്നാണ് രണ്ടാമത് പറയുന്നത്. അടുത്തത് കോമൺ ഡിഫറൻസ് അഥവാ ഡി, അതെങ്ങനെ കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫോർ ആൻ AP its an is in the form an plus b, is in the form an plus b, that is linear, and Sn is in the form an square plus bn. രണ്ടും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുള്ളൂ. ഇത് an plus b ഒരു n ടേം ഒരു കോൺസ്റ്റന്റ് ടേം, ഇവിടെ n സ്ക്വയർ ടേം n ടേം, ഇതാണ് അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്. ഇവിടെ ഫസ്റ്റ് ടേം a പ്ലസ് ബി തന്നെയാണ്, അതായത് n ന് 1 കൊടുക്കുക, എയും ബിയും കൂടെ ആഡ് ചെയ്യുക. ഇവിടെയും ഫസ്റ്റ് ടേം നോ ചേഞ്ച് ഇൻ ദ ഫോർമുല ഫോർ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം രണ്ടിടത്തും a പ്ലസ് ബി. ഇവിടെ എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് n, b കോൺസ്റ്റന്റ് ടേം. ഇവിടെ എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ, b is the coefficient of n. ആ ഒരു വ്യത്യാസമുണ്ട്. ഇനി കോമൺ ഡിഫറൻസ് ഇവിടെ a തന്നെ മതി, കോഎഫിഷ്യന്റ് ഓഫ് n അതുപോലെ എടുത്താൽ മതി. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് n-ന്റെ ഡബിൾ എടുക്കണം. ഇതാണ് മൊത്തം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. സോ ഫോർ ആൻ AP, an is in the form an plus b and Sn is in the form an square plus bn. First term is in both case a plus b, and common difference is here a അഥവാ coefficient of n, and here 2a double, twice of the coefficient of n square. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏതൊക്കെയാണ് AP എന്ന് തിരിച്ചറിയാം. Sn is equal to 3n square minus of 2n. ഇത് AP ആണെന്ന് ഒറ്റയടിക്ക് പറയാം, ബിക്കോസ് Sn is in the form an square plus bn. an plus b വന്നാലും Sn an square plus bn വന്നാലും അത് AP ആണ്. And its common difference d is 2a. a is the coefficient of n square, that is 3. അപ്പോൾ 2a എന്താവും? 6 ആവും. And first term a is equal to sum of a plus b. So 3 minus 2. A is 3 and B is minus 2. രണ്ടും കൂടി ആഡ് ചെയ്താൽ 1 ആവും. So it's an AP with the first term 1 and common difference 6. മറ്റൊന്ന് Sn is equal to 6n square minus 2. ഉടനെ എന്ത് പറയണം? Not an AP. ഇത് AP അല്ല. APന്റെ Sn ഏത് ഫോമിലാണ് വേണ്ടേ? an square plus bn ആണ്. ഇവിടെ n ഇല്ല, അത് -2 മാത്രമാണ്. Therefore no doubt that's not an AP. അത് arithmetic progression അല്ല. മറ്റൊന്ന് Sn is equal to -3n square minus 3n square minus 4n. This is no doubt it's an AP. ഇത് an എന്നാണ് തന്നിരുന്നത്, ഇത് AP ആവില്ല. Sn-ൽ ക്വാഡ്രാറ്റിക് വിത്തൗട്ട് കോൺസ്റ്റന്റ് ടേം, an-ൽ ലീനിയർ, അങ്ങനെ കിട്ടണം. So no doubt it's an AP. Its common difference is coefficient of n square is -3, അതിന്റെ ഡബിൾ എടുത്താൽ -6, and the first term -3 minus 4 is a is equal to -7. Okay, വേറൊന്ന് Sn is equal to minus 3n square plus 7n അല്ലെങ്കിൽ minus 2n square plus 7n. ഒരു സംശയം വേണ്ട, AP ആണ്, because Sn is in the form an square plus bn, and its common difference is double of the coefficient of n square is -4, and first term a is equal to -2 plus 7 is 5. Okay, ഇങ്ങനെ എത്ര വേണമെങ്കിലും എഴുതി പോകും. അപ്പോൾ an square plus bn അല്ലാത്തൊരു ഫോമിൽ ഇപ്പോൾ Sn is equal to n/n plus 1 എന്ന് കണ്ടാൽ ഉടനെ പറയണം നോട്ട് ആൻ AP. അത് AP അല്ല. an square plus bn ഫോമിൽ വരണം. n/n plus 1 അങ്ങനെ ഒരു ഫോം അല്ല. സോ നോ ഡൗട്ട് നോട്ട് ആൻ AP. റെഡി, ഇതാണ് Sn-ന്റെ ക്യാരക്ടർ. അപ്പോൾ an-ന്റെ ഫോമുല, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, Sn അതിൻ്റെ ഫോമുല, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് AP-ന്റെ മറ്റൊരു പ്രോപ്പർട്ടി നോക്കാം. യു നോ ദാറ്റ് a1, a2, a3 etc. an are in AP ആണെന്ന് വിചാരിക്കുക. If a1, a2, a3 etc. an are in AP, then a1 plus lambda, a2 plus lambda,
A3 plus lambda. So A1, A2, A3, etc. are in AP with the first term A, with the first term നമുക്ക് A1 എന്ന് വിളിക്കാം. A1 is equal to A and common difference is equal to D. ഇതിങ്ങനത്തെ ഒരു AP ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. So A1, A2, A3, etc. AN are in AP with the first term A and common difference D. Okay. അപ്പോൾ A2 minus A1 D ആയിരിക്കും, A3 minus A2 D ആയിരിക്കും, AN minus AN-1 D ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. etc. AN plus lambda. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? We added a lambda to every terms. ആ പ്രോഗ്രഷനകത്തുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്തുള്ള എല്ലാ ടേമിലേക്കും നമ്മളൊരു കോൺസ്റ്റന്റ് ടേം ലാംഡ ആഡ് ചെയ്ത് കൊടുത്തു. ദീസ് ആർ അഗെയിൻ ഇൻ AP. എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഒരു AP-യിലുള്ള ടേംസിൻ്റെ കൂടെ നമ്മൾ എല്ലാ ടേമിൻ്റെയും കൂടെ ഒരു കോൺസ്റ്റന്റ് 3 or 4 or 6 or അല്ലെങ്കിൽ -4 or -3 എനി കോൺസ്റ്റന്റ് റിയൽ നമ്പർ കോൺസ്റ്റന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ദാറ്റ് വിൽ ബി അഗെയിൻ ഇൻ ആൻ AP വിത്ത് ഫസ്റ്റ് ടേം A1. അവിടെ ഒരു മാറ്റം ഉണ്ടാവും. ഇവിടെ ഫസ്റ്റ് ടേം A ആണ്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫസ്റ്റ് ടേം A plus lambda ആവും, നോ ഡൗട്ട്. കാര്യം ഇവിടുത്തെ ഫസ്റ്റ് ടേം A1 എന്ന് പറഞ്ഞാൽ A ആണ്. ഫസ്റ്റ് ടേം A എന്ന് വെച്ചാൽ A1 ആണ് ഇവിടുത്തെ A. അതിൻ്റെ കൂടെ ലാംഡ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ മാറും. പക്ഷേ കോമൺ ഡിഫറൻസിന് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല വിത്ത് ദ സെയിം കോമൺ ഡിഫറൻസ്. സോ വിത്ത് എ ഷിഫ്റ്റഡ് ഫസ്റ്റ് ടേം ആൻഡ് ദ സെയിം കോമൺ ഡിഫറൻസ് അഗെയിൻ ആൻ AP വിത്ത് നോ ചേഞ്ച് ഇൻ കോമൺ ഡിഫറൻസ് ആൻഡ് എ ഷിഫ്റ്റഡ് ഫസ്റ്റ് ടേം. ഇതൊക്കെ ജസ്റ്റ് കോമൺ സെൻസ് ആണ്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ A2 മൈനസ് ലാംഡ, സോറി A1 മൈനസ് ലാംഡ, A2 minus lambda, A3 minus lambda, etc. AN minus lambda are in AP. അതും AP-യിൽ തന്നെയാണ്. വിത്ത് ഫസ്റ്റ് ടേം അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും. A plus lambda will become A minus lambda and common difference there is no change, D itself. ഇങ്ങനെ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും എഗെയിൻ AP. ഇതൊക്കെ പ്രോബ്ലത്തിൽ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ഐഡിയ ആണ്. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക, എന്നാലേ പിടികിട്ടുള്ളൂ. അപ്പോൾ 1 ഇത്, 2 ഇത്, 3 നമ്മളൊരു കോൺസ്റ്റന്റ് ഇപ്പോൾ ആഡ് ചെയ്തു സബ്ട്രാക്ട് ചെയ്തു. ഇതിൻ്റെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ഇത് എന്ത് തന്നെയായിരിക്കും? AP തന്നെയായിരിക്കും. അതൊക്കെ AP-ൻ്റെ പ്രത്യേകതകളാണ്. സോ A1 ബൈ ലാംഡ, A2 ബൈ ലാംഡ, A3 ബൈ ലാംഡ, എക്സെട്ര AN ബൈ ലാംഡ ആർ ഇൻ AP. അതും AP തന്നെയാണ്. പക്ഷേ ആഡ് ചെയ്യുന്നിടത്തും സബ്ട്രാക്ട് ചെയ്യുന്നിടത്തും ഇതിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അഡീഷനിലും സബ്ട്രാക്ഷനിലും ഫസ്റ്റ് ടേമിൽ മാത്രമേ ചേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ, കോമൺ ഡിഫറൻസിൽ ആ ചേഞ്ച് വന്നിട്ടില്ല. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും വെൻ വി മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് both first term and common difference will be changed. അപ്പോൾ AP തന്നെയാണ്. വിത്ത് ഫസ്റ്റ് ടേം A1 is equal to A1 by lambda and common difference is equal to D by lambda. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഫസ്റ്റ് സീരീസ് A1, A2, A3, etc. AN-ന്റെ കോമൺ ഡിഫറൻസ് ആണ് D. അതെന്താവും? D by lambda ആയിട്ട് മാറും when you divide. അതുപോലെ when you multiply lambda A1, lambda A2, lambda A3, etc. lambda AN, അതും ഒരു സംശയം വേണ്ട, are in AP. വിത്ത് ഫസ്റ്റ് ടേം A1 is equal to lambda A and the common difference is equal to lambda D. അപ്പോൾ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ഒക്കെ AP തന്നെയാണ്, അതിലൊരു സംശയമില്ല. ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് ടേം ചേഞ്ച് ചെയ്യും. A plus lambda, A minus lambda ആവും. പക്ഷേ കോമൺ ഡിഫറൻസിൽ മാറ്റം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. എല്ലാ ടേമിലും ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുമ്പോൾ ഡിഫറൻസ് അവിടെ മാറുന്നില്ല. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AP തന്നെ ഫസ്റ്റ് ടേം ചേഞ്ച് ആവും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴും ഒരേ നേച്ചറാണ്, ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരേ നേച്ചറാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ സ്റ്റുഡൻസ്, നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ AP തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള പ്രോഗ്രഷനാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. AP കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനോട് സിമിലർ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിമെട്രിക് ആണ്. AP യും GP യും ഇവിടെ അഡീഷനിലെടുത്തൊക്കെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആവും, അവിടെ മൾട്ടിപ്ലിക്കേഷനിലെടുത്തൊക്കെ ഇവിടെ റൈസ്ഡ് ടു പവർ ആവും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ AP-ൻ്റെ ആ ഒരു എസെൻസ്, അതിൻ്റെ ഒരു ബേസിക്സ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതേ ലോജിക്കിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് GP യും പെട്ടെന്ന് മനസ്സിലാക്കാം. സോ ജിയോമെട്രിക് പ്രോഗ്രഷൻ ഓർ യു ക്യാൻ കോൾ ഇറ്റ് GP. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേംസ് ഉണ്ടാവുക AD എന്നല്ല നമ്മൾ എഴുതുക, AR എന്നാണ്. R മീൻസ് റേഷ്യോ. സോ R is the common, D is the common difference and R is the common ratio ആണ് ഇവിടെ. AR സ്ക്വയർ, AR ക്യൂബ്. അപ്പോൾ AP-യിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോയിരുന്നു. A plus D, A plus 2D, A plus 3D ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതിന് പകരം ഇവിടെ ഓരോ ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് ഒരു R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. എന്ന് വെച്ചാൽ ഓരോ അഡ്ജസ്റ്റന്റ് ടേംസിന് ഇടയ്ക്കുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അഥവാ A2 by A1 is equal to A3 by A2. AP-യിൽ എങ്ങനെയായിരുന്നു? A2 minus A1 is equal to A3 മൈനസ് ഒക്കെ ഡിവൈഡർ ബൈ ആവും. A4 by A3 is equal to etc. is equal to AN minus 1 is equal to constant അല്ലെങ്കിൽ or constant R അഥവാ ഇൻഡിപെൻഡന്റ് ഓഫ് N. നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിൽ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ഓഫ് N ആണ്. ഫംഗ്ഷനിൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് X ആണ്. ഇവിടെ ഫംഗ്ഷന്റെ വേരിയബിൾ N ആണ്. അതാണ് സംഭവം.
ഓക്കെ, അപ്പോൾ ഇതാണ് ജി പി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം എ ആർ, തേർഡ് ടേം എ ആർ സ്ക്വയർ, അങ്ങനെ പോകുന്നു. സോ A1 ഇസ് ഈക്വൽ ടു എ, A2 ഇസ് ഈക്വൽ ടു എ ആർ, A3 ഇസ് ഈക്വൽ ടു എ ആർ സ്ക്വയർ. സംശയം ഉണ്ടെങ്കിൽ ഓരോ ടേമിന് പ്രീവിയസ് ടേമുമായിട്ട് റേഷ്യോ എടുത്ത് നോക്കിയാൽ മതി, 6 തന്നെ കിട്ടുന്നത് കാണാം. A4 ഇസ് ഈക്വൽ ടു എ ആർ ക്യൂബ്. സോ A1 ഇസ് ഈക്വൽ ടു എ, ദാറ്റ് ഈസ് നോൺ ആസ് എ പിയിൽ പറഞ്ഞ അതേ ടേം തന്നെ, അതേ പേര് തന്നെ ഫസ്റ്റ് ടേം. ആൻഡ് ആർ ഇസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് അല്ല, കോമൺ റേഷ്യോ. എന്താ കോമൺ റേഷ്യോന്റെ ഫോർമുല? ആർ ഇസ് ഈക്വൽ ടു എ എൻ ഡിവൈഡഡ് ബൈ എ എൻ മൈനസ് വൺ. അപ്പോൾ ജി പിന്റെ ഡെഫിനേഷൻ എങ്ങനെ പറയാം? ജി പി ഈസ് എ പ്രോഗ്രഷൻ ഓർ എ സീക്വൻസ് സച്ച് ദാറ്റ് എ എൻ ഡിവൈഡഡ് ബൈ എ എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അഥവാ ഇൻഡിപെൻഡന്റ് ഓഫ് എൻ. ആ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ എ പിയിൽ എ എൻ മൈനസ് വൺ ആയിരുന്നു, ഇവിടെ എ എൻ ഡിവൈഡഡ് ബൈ എ എൻ മൈനസ് വൺ കോൺസ്റ്റന്റ് വന്നാൽ അത് ജി പി ആയിട്ട് മാറും. ദാറ്റ്സ് വെരി ഈസി. നൗ ലെറ്റ് us find the nth term. അതാണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്. nth term of a GP. An is equal to AR raised to n minus 1. എങ്ങനെയാണ് അതിൽ എത്തിച്ചേരുന്നത്? A1 is equal to A, A2 is equal to AR, A3 is equal to AR square. അപ്പോൾ ഇവിടത്തേനേക്കാൾ ഒരു പവർ കുറവാണ് ഇവിടെ വരുന്നത്, അപ്പോൾ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ യു ഗെറ്റ് AN is equal to AR raised to n minus 1. വളരെ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു ജി പി കൺസിഡർ ജി പി 2, 6, 18, 54 എക്സെട്ര. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഇറ്റ്സ് ഫസ്റ്റ് ടേം ഈസ് 2 ആൻഡ് കോമൺ റേഷ്യോ ഈസ് 3. 3 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത്. സോ എ ഈസ് ഈക്വൽ ടു 2, ആർ ഈസ് ഈക്വൽ ടു 3. സോ എ എൻ ഈസ് ഈക്വൽ ടു എ ആർ റൈസ് ടു n മൈനസ് 1 അഥവാ 2 into 3 റൈസ് ടു n മൈനസ് 1. അതാണ് അവിടുത്തെ എ എന്നിൻ്റെ ഫോമുല. അപ്പോൾ എ പിൻ്റെ ഫോമുല, nth ടേമിൻ്റെ ഫോമുല എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഇവിടെ എ ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 1 ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് എസ് എന്നിൻ്റെ ഫോമുല കണ്ടുപിടിക്കാം. എസ് എൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എസ് എൻ ഇസ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ ജി പി. അപ്പോൾ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര അങ്ങനെയാണ് വരേണ്ടത്. സോ A1 ഈസ് എ, A2 ഈസ് എ ആർ, A3 ഈസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര AN ഈസ് എ ആർ റൈസ് ടു n മൈനസ് 1. നമ്മൾ ചെയ്യേണ്ട പണി, കൺസിഡർ ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതിനൊരു ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ടേക്ക് ആർ ടൈംസ് എസ് എൻ, ആർ എസ് എൻ. അങ്ങനെ ചെയ്താൽ എല്ലാ ടേമിനും ആർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് എ വിൽ ബിക്കം എ ആർ. അതിന് നേരത്തെ ഉണ്ടായിരുന്ന എ ആറിന്റെ താഴെ എഴുതുക. നൗ ദിസ് എ ആർ വിൽ ബിക്കം എ ആർ സ്ക്വയർ. അതിന് നേരത്തെയുള്ള എ ആർ സ്ക്വയറിന്റെ താഴെ എഴുതുക. അങ്ങനെ പോയി ഇവിടെ ഒരു എ ആർ റൈസ് ടു n മൈനസ് 2 ഉണ്ടാവും. ദാറ്റ് വിൽ ബിക്കം എ ആർ റൈസ് ടു n മൈനസ് 1 പ്ലസ് ദിസ് എ ആർ റൈസ് ടു n മൈനസ് 1 വിൽ ബിക്കം എ ആർ റൈസ് ടു n. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് എഴുതി. ഇവിടെ ഒരു ടേം അങ്ങോട്ട് നീക്കി എഴുതി. മൊത്തം n ടേംസ് ആണല്ലോ, ഇവിടെ n ടേംസ് തന്നെയാണ്. ഒന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു ടേം ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നത്. റെഡി? Now subtract them. Take the difference. Equation number 2 minus 1 implies we can subtract them. Rsn minus Sn is r minus 1 into Sn. That is equal to 2 ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ AR സ്ക്വയർ AR റൈസ് ടു n മൈനസ് 1 വരെ മൊത്തം കട്ടാവും. ഈ AR റൈസ് ടു n ഇവിടെ പെയറൊന്നുമില്ല, അപ്പോൾ അത് അതുപോലെ ഉണ്ടാവും. AR റൈസ് ടു n. അതുപോലെ ഇവിടെ ഒരു a നമ്മൾ നേരെ അതുപോലെ സബ്ട്രാക്ട് ചെയ്യണം, മൈനസ് ഓഫ് a. സോ r മൈനസ് 1 into Sn is equal to a into r റൈസ് ടു n മൈനസ് ഓഫ് a. അവിടുത്തെ എസ് എൻ നമുക്ക് സോൾവ് ചെയ്യാം. സോ ആർ മൈനസ് 1 ഇൻറ്റു എസ് എൻ ഇസ് ഈക്വൽ ടു, ഹിയർ എ ഇസ് എ കോമൺ ഫാക്ടർ. എ ഇൻറ്റു ആർ റൈസ് ടു എന്നിലും എയിലുണ്ട്. സോ എ ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 1 ആൻഡ് എസ് എൻ ഇസ് ഈക്വൽ ടു, വി ക്യാൻ ഡിവൈഡ് ദിസ് ആർ മൈനസ് 1. സോ എ ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ദിസ് ഇസ് ദ ഫോർമുല ഫോർ എസ് എൻ. സം അപ് ടു n ടേംസ് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല ഉപയോഗിക്കാം. nth ടേം കണ്ടുപിടിക്കാൻ AR റൈസ് ടു n ഉപയോഗിക്കാം. ഇനി ഇതിൽ നിന്ന് വരുന്ന ട്രിക്കി ക്വസ്റ്റ്യൻസ് ഈ രണ്ട് ഫോർമുല ഉപയോഗിച്ചിട്ട് ഡീൽ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എ പിയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരു 4 വേരിയബിൾ കണക്റ്റിംഗ് ഇക്വേഷൻസ് ആണ് ഇത് രണ്ടും. ഇവിടെ SN AR N 4 എണ്ണം. ഈ ഫോർമുലയിൽ നോക്കുകയാണെങ്കിൽ AR റൈസ് ടു n മൈനസ് 1 AN AR N മൊത്തം 4 എണ്ണമാണ്. 3 വേരിയബിൾസ് ഏതെങ്കിലും വിധേന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. കൃത്യമായി വായിച്ച് ഏതൊക്കെയാണ് 3 എണ്ണം തന്നതെന്ന് മനസ്സിലാക്കുക. അത് ഉപയോഗിച്ച് 4ാമത് കണ്ടുപിടിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ ബേസിക് ടെക്നിക്കുകൾ. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഇന്ന രൂപത്തിലാണ്. എ എങ്ങനെ കിട്ടും, ആർ എങ്ങനെ കിട്ടും എന്നൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ എല്ലാ പ്രോബ്ലത്തിനെയും nth ടേം ആണെങ്കിൽ AR റൈസ് ടു n മൈനസ് 1 എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റും. അപ്പോൾ എ പുറത്തുണ്ടാവും. ആർ n മൈനസ് 1ൻ്റെ ബേസ് ആയിട്ട് വരുന്നതാണ് കോമൺ റേഷ്യോ. സം അപ് ടു n ടേംസ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ സ്റ്റുഡൻസ്, ഈ എസ് എൻ നിന്ന് ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം, മറ്റൊരു സംഭവം എസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നൊരു സംഭവമാണ്. എസ് ഇൻഫിനിറ്റി ഈസ് ദ സം അപ് ടു ഇൻഫൈനൈറ്റ്ലി മെനി ടേംസ്. അപ്പോൾ അതെന്ത് വരുന്നു ചോദിച്ചാൽ, എസ് ഇൻഫിനിറ്റി ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് മുകളിലും താഴെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എ ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 1 പകരം 1 മൈനസ് ആർ റൈസ് ടു n ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ.
ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി നമ്മളൊരു അസംഷൻ കൊടുക്കുകയാണ്, ഇഫ് മോഡ് ആർ ലെസ് ദാൻ 1, അവിടെ കോമൺ റേഷ്യോൻ്റെ മോഡുലസ് ലെസ് ദാൻ 1 ആണ് എന്ന് വെച്ചാൽ കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണ് എന്ന് വെച്ചാൽ ദാറ്റ് ക്യാൻ ബി 1/3 -1/3 1/2 -1/2 ഇതുപോലുള്ളൊരു ഫ്രാക്ഷൻ, ഒരു ലെസ് ദാൻ 1 ഫ്രാക്ഷൻ ആണ് നമ്മളെ കോമൺ റേഷ്യോ എങ്കിൽ ദാറ്റ് ജി പി വിൽ ബി എ ഡിക്രീസിങ് ജി പി. ഇപ്പോൾ 1, 1/3 1/9 1/27 അങ്ങനെ ഡിക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r raised to n will become 0. അത് ഈ ലെസ് ദാൻ 1 നമ്പേഴ്സിൻ്റെ പ്രത്യേകതയാണ്. ഇഫ് മോഡ് ആർ ലെസ് ദാൻ 1, ഒരു നമ്പറിൻ്റെ മോഡുലസ് ലെസ് ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ പവർ കൂടുന്നതിനനുസരിച്ച് ആ നമ്പർ 1ലേക്ക് മീൻസ് 0യിലേക്ക് ചുരുങ്ങി വരും, 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നതായിട്ട് വരും. അതായത് ഇപ്പോൾ 0.5 നമ്മൾ സ്ക്വയർ ചെയ്താൽ 0.25 ആവും, നമ്പർ ഒന്ന് ചെറുതാവുന്നു. ക്യൂബ് ചെയ്താൽ 0.125 ആയി, ഒന്നും കൂടി ചെറുതാവുന്നു. അങ്ങനെ പവർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്പർ ചെറുതായി 0യിലേക്ക് വരുന്നൊരു ടെൻഡൻസിയാണ് ഈ ലെസ് ദാൻ 1 നമ്പേഴ്സ് കാണിക്കുക. അതുകൊണ്ട് ഈ r raised to n അങ്ങ് 0 ആയി പോയാൽ പിന്നെ a മാത്രമേ ന്യൂമറേറ്ററിലുള്ളൂ. സോ ദാറ്റ് ഈസ് a/1 - r. സോ s ഇൻഫിനിറ്റി ഈക്വൽ ടു a. വളരെ സിമ്പിൾ ഫോർമുലയാണ്. ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 1 - ഓഫ് ദ കോമൺ ഡിഫറൻസ് ഇഫ് മോഡ് ആർ ലെസ് ദാൻ 1. മോഡ് ആർ ഗ്രേറ്റർ ദാൻ 1 ഒരിക്കലും ഇത് അപ്ലൈ ചെയ്യരുത്. അത് കൺവേർജിങ് ജി പി അല്ല, അത് ഡൈവേർജിങ് ആണ്. ഇങ്ങനെ സമ്മേഷൻ കൺവേർജിങ് ആയിട്ട് വരണമെങ്കിൽ മോഡ് ആർ ലെസ് ദാൻ 1 വരണം. ആ സമയത്തെ ഫോർമുലയാണ് a/1 - r. ഓക്കെ, ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കിനി ജി പിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം. നമ്മൾ എ പിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു. A1 A2 A3 എക്സെട്ര an r in AP ആണെങ്കിൽ A1 + ലാംഡ A2 + ലാംഡ എക്സെട്ര an + ലാംഡ, അതുപോലെ A1 - ലാംഡ A2 - ലാംഡ എക്സെട്ര an - ലാംഡ, പിന്നെ ലാംഡ A1 ലാംഡ A2 അങ്ങനെ ലാംഡ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലൊക്കെ റിസൾട്ടിങ് സീക്വൻസ് എ പിയിൽ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ജി പിക്കും ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇഫ് A1 A2 A3 എക്സെട്ര an are in GP with first term A and common ratio CR is equal to R. അപ്പോൾ A1 A2 A3 എക്സെട്ര ANലെ ജി പിയിലാണ്. അതിൻ്റെ ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ആറുമാണ്. ദെൻ A1 + ലാംഡ A2 + lambda, A3 + lambda. So what we are doing? We are adding a constant to every terms of a GP are not in GP. അത് ജി പിയിൽ അല്ലാതായി പോകുന്നു. എ പിയിൽ നമ്മൾ എല്ലാ ടേമിൻ്റെയും കൂടെ കോൺസ്റ്റന്റ് ആഡ് ചെയ്തപ്പോൾ അത് അഗെയിൻ എ പി തന്നെ ആയിരുന്നു. ഇവിടെ എല്ലാ ടേമിൻ്റെയും കൂടെ കോൺസ്റ്റന്റ് ആഡ് ചെയ്താൽ അത് നോട്ട് ജി പി, പിന്നീട് ജി പി അല്ല. അതുപോലെ തന്നെ A1 - ലാംഡ A2 - ലാംഡ A3 - ലാംഡ എക്സെട്ര an - ലാംഡ ആർ നോട്ട് ഇൻ ജി പി. അതും ജി പിയിലല്ല. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്താൽ ജി പി തന്നെ ആയിരിക്കും. ലാംഡ A1, ലാംഡ A2, ലാംഡ A3 എക്സെട്ര ലാംഡ an ആർ ഇൻ ജി പി. അത് ജി പിയിലാണ് വിത്ത് ഫസ്റ്റ് ടേം. അവിടുത്തെ ഫസ്റ്റ് ടേം A1 വിൽ ബി ലാംഡ എ, കോമൺ റേഷ്യോ നോ ഡൗട്ട് ആറ് തന്നെ. അത് നേരത്തെ ഉണ്ടായിരുന്നു, അത് ആറ് തന്നെയാണ്. അപ്പോൾ എ പിയിനകത്ത് എല്ലാ ടേമിനും കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ പി തന്നെ ആയിരുന്നു. ബട്ട് ഫസ്റ്റ് ടേം ലാംഡ എ ആവും, കോമൺ ഡിഫറൻസ് ഡി തന്നെയാണ്. കോമൺ ഡിഫറൻസ് ലാംഡ ഡി ആയിരുന്നു. ഇവിടെ അങ്ങനെയില്ല, ഇവിടെ കോമൺ റേഷ്യോ സെയിം തന്നെ. കാരണം എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റേഷ്യോയിൽ മാറ്റം ഉണ്ടാവുന്നില്ല. ദെൻ A1 ലാംഡ ഡിവൈഡ് ചെയ്യുന്നു, A2 ലാംഡ A3 ലാംഡ എക്സെട്ര an ലാംഡ ആർ ഇൻ. അത് ജി പിയിൽ തന്നെയാണ്. അപ്പോൾ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ജി പി അല്ലാതെ ആവും. മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും അഗെയിൻ ദാറ്റ് ഈസ് ജി പി വിത്ത് ഫസ്റ്റ് ടേം A ലാംഡ ആൻഡ് കോമൺ റേഷ്യോ ആർ ഇറ്റ് സെൽഫ്. നോ ചേഞ്ച് ഇൻ ദ കോമൺ റേഷ്യോ. ദെൻ നെക്സ്റ്റ് ഈസ് 1/A1 1/A2 1/A3 എല്ലാ ടേമിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു എക്സെട്ര അപ് ടു 1/AN ആർ ഇൻ ജി പി. അത് കോമൺ എന്ത് തന്നെയാണ്, അവിടെ ജോമെട്രിക് പ്രോഗ്രഷൻ ജി പി തന്നെയാണ്. വിത്ത് ഫസ്റ്റ് ടേം, അവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/A ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഫസ്റ്റ് നമ്മൾ തന്ന പ്രോഗ്രഷൻ്റെ ജി പിൻ്റെ ഫസ്റ്റ് ടേം എ ആണെങ്കിൽ ഇവിടെ അതിൻ്റെ റെസിപ്രോക്കൽ 1/A ആവും. ആൻഡ് കോമൺ റേഷ്യോ വിൽ ബിക്കം 1/R, ആർ വിൽ ബിക്കം 1/R. അത് രണ്ടും ചേഞ്ച് ആവുന്നു. ദെൻ A1 റൈസ് ടു ലാംഡ A2 റൈസ് ടു ലാംഡ എല്ലാത്തിനും പവർ എടുക്കുന്നു. A3 റൈസ് ടു ലാംഡ എക്സെട്ര an റൈസ് ടു ലാംഡ ആർ ഇൻ ജി പി. അതും ജി പിയിൽ തന്നെയാണ്. അവിടെ ഫസ്റ്റ് ടേം ചേഞ്ച് ആവും. വിത്ത് ഫസ്റ്റ് ടേം A1 is equal to A റൈസ് ടു ലാംഡ എന്ന് മാറും. സോ A1 A2 A3 എക്സെട്ര ANന്റെ ഫസ്റ്റ് ടേം A ആണെങ്കിൽ A1 റൈസ് ടു ലാംഡ A2 റൈസ് ടു ലാംഡ A3 റൈസ് ടു ലാംഡ എക്സെട്ര AN റൈസ് ടു ലാംഡ
First term will be a raised to lambda and the common ratio is equal to no doubt r raised to lambda. അത് വരെ മാറിയിട്ടുണ്ടായി, ഇവിടെ r തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ r തന്നെയാണ്. പക്ഷെ ഹയർ പവർ എടുത്തപ്പോൾ എന്തായിട്ട് മാറി? ലാംഡ അതിൻ്റെ പവറിലേക്ക് വന്നു. സോ r raised to lambda എന്ന് ചേഞ്ച് ആയി. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള പ്രോഗ്രഷനാണ് ഹാർമോണിക് പ്രോഗ്രഷൻ. അഥവാ എച്ച് പി, ഹാർമോണിക് പ്രോഗ്രഷൻ അഥവാ എച്ച് പി. എച്ച് പി എന്ന് പറയുന്ന സംഭവം വളരെ വളരെ സിമ്പിളാണ്. ഒരു എ പി എടുക്കുക, എ പിൻ്റെ റെസിപ്രോക്കൽസ് എടുത്താൽ കറസ്പോണ്ടിങ് എച്ച് പി ആയി. അതുപോലെ ഒരു എച്ച് പി ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് റെസിപ്രോക്കൽ എടുത്താൽ അതിൻ്റെ എ പിയും കിട്ടും. സോ ഇഫ് A1, A2, A3 etc. AN are in AP, then the reciprocals of the terms in AP, അതാണ് എച്ച് പി. സോ 1 by A1, 1 by A2, 1 by A3 etc. 1 by AN are in harmonic progression. അപ്പോൾ ഒരു എ പി A1, A2, A3 etc. ANൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് പി കിട്ടും. nth ടേം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. AN is equal to 1 by nth term of corresponding എ പി. അപ്പോൾ ഓരോ എച്ച് പിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് എ പി ഉണ്ടാവും. ആ എച്ച് പിയിലുള്ള ടേംസിൻ്റെ റെസിപ്രോക്കൽസ് എടുത്താൽ നമുക്ക് കറസ്പോണ്ടിങ് എ പി കിട്ടും. ആ കറസ്പോണ്ടിങ് എ പിൻ്റെ nth ടേം കണ്ടുപിടിക്കുക, എന്നിട്ട് വീണ്ടും റെസിപ്രോക്കൽ എടുത്താൽ എന്തായി? എച്ച് പിൻ്റെ nth ടേം കിട്ടും. സോ ദിസ് ഇസ് ദ ഫോർമുല ഓഫ് nth ടേം. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇങ്ങനെ പറയാം: 1 by 2, 1 by 5, 1 by 8, 1 by 11. This is in harmonic progression. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്താവും? 2, 5, 8, 11. That's an AP with the first term 2 and common difference 3. അപ്പോൾ റെസിപ്രോക്കൽസ് എന്തിലായിക്കോളും? എച്ച് പിയിലായിക്കോളും. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 by 4, 1 by 10, 1 by 16 etc. Again it's an HP. ഇതിനെല്ലാം റെസിപ്രോക്കൽ എടുത്താൽ 4, 10, 16. That's an AP with the first term 4 and common difference 6. ഓക്കെ, അപ്പോൾ എച്ച് പിയിൽ അത്രയേ ഉള്ളൂ. നോ ഫോർമുല ഫോർ എസ് എൻ. എസ് എന്നിന് ഫോർമുല ഇല്ല. നോ ഫോർമുല എസ് എൻ. എ എന്നിന് മാത്രമേ ഫോർമുല ഉള്ളൂ. അത് കറസ്പോണ്ടിങ് എ പിൻ്റെ എ എൻ എടുത്ത് റെസിപ്രോക്കൽ എടുത്താൽ മതി എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തുള്ള സീരീസുകളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ, അതിൽ നിന്ന് പ്രോഗ്രഷൻസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ശേഷം എ പി, ജി പി, എച്ച് പി, ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സീക്വൻസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സീരീസാണ്. ദാറ്റ് ഈസ് അരിത്മെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പോൾ എ പി, ജി പി രണ്ടും നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. or we can call it AGP. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനും ആണ് ജോമെട്രിക് പ്രോഗ്രഷനും ആണ്. രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പോൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ടേംസ് ആർ ലൈക്ക് എ. ഫസ്റ്റ് ടേമിനെ എപ്പോഴും നമ്മൾ എ എന്നാണ് റിപ്രസെന്റ് ചെയ്യുക. ഇൻറ്റു എ പ്ലസ് ഡി. അപ്പോൾ അതൊരു എ പി ആയി. എ പ്ലസ് ഡി ആവുന്നതോടെ എ പി ആയി. എ പ്ലസ് ഡി എടുത്തതിന് ശേഷം ഇൻറ്റു ആറ്. അപ്പോൾ ഇവിടെ ജി പിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും വരികയാണ്. സോ ഓരോ ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് പോകുമ്പോൾ ഒരു കോമൺ ഡിഫറൻസ് ഡി നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഒരു കോമൺ റേഷ്യോ കൊണ്ട് നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. ദെൻ സെക്കൻഡ് ടേം ഈസ് എ പ്ലസ് 2d. അതുവരെ അത് എ പി ആണ്. ഇൻറ്റു ആർ സ്ക്വയർ. അതൊരു ജി പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ ഫോർത്ത് ടേം ഈസ് എ പ്ലസ് 3d ഇൻറ്റു ആർ ക്യൂബ് എക്സെട്ര. ഇങ്ങനെ പോകുന്ന ഒരു പ്രോഗ്രഷനെയാണ് നമ്മൾ അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുക. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതൊരു എ പിൻ്റെയും ജി പിൻ്റെയും കൂടി കോമ്പിനേഷനാണ്. ഇവിടെയുള്ള ടേംസ് കാണുമ്പോൾ നമുക്കിത് മനസ്സിലാവുന്നുണ്ട്. എ പി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d ഇങ്ങനെ പോകുന്നതാണ്. ജി പി ഈസ് എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ് ഇങ്ങനെ പോകുന്നതാണ്. ഈ സീരീസിനകത്ത്, ഈ പ്രോഗ്രഷനകത്ത് രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻ അഥവാ എ ജി പി എന്ന് വിളിക്കുന്നത്. സംഗതി വളരെ സിമ്പിളാണ്. എ എൻ എന്ന് പറയുന്നത് അതിൻ്റെ nth ടേം എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അതുവരെ എ പി ആണ്. ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1. വളരെ എളുപ്പമാണ്. എ പിൻ്റെ nth ടേം എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ജി പിൻ്റെ nth ടേം എ ആർ റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ എടുക്കുമ്പോൾ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1. ഇവിടെ 3 വേരിയബിൾസ് എ ഡി ആർ. ഇങ്ങനെ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ്, കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ എന്നൊന്നും പറയരുത്. നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് എ പിൻ്റെയും ജി പിൻ്റെയും കോമൺ ഡിഫറൻസ്, കോമൺ റേഷ്യോ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു, വേറൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ മുമ്പോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഒരു 1, 2, 3, 4, 5 മൊത്തം ഒരു 5 വേരിയബിൾ കണക്റ്റിംഗ് ഇക്വേഷൻ ആണ്. എ എൻ
an വേണമെങ്കിൽ L അഥവാ ലാസ്റ്റ് ടേം എന്ന് വിളിക്കാം. ഫസ്റ്റ് ടേം നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ ദ കാർഡിനൽ പൊസിഷൻ ഓഫ് ദ ലാസ്റ്റ് ടേം. ദെൻ D and R. ഇത്രയും 5 അൺനോൺസ് അവിടെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം നമുക്ക് ഗിവൺ ആണെങ്കിൽ അഞ്ചാമത്തത് കണ്ടുപിടിക്കുന്ന രീതിയിൽ ഏത് ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനും നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. ഈ അരിത്തമെറ്റിക് ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫസ്റ്റ് ടേം ഈസ് 2, സെക്കൻഡ് ടേം ഇവിടെ ഒരു ഡീൻ്റെ വാല്യൂ ഒരു 1 എടുക്കുകയാണെങ്കിൽ 3R വാല്യൂ 2 എടുക്കുകയാണെങ്കിൽ 3 into 2 6. Then A plus 2D, 2 plus 2 is 4 into 9 36, R square 9 ആവും. Then 2 plus 3D, that is 5 into 3 cube is 27, 5 into 27 is 135 etc. ഇതൊരു അരിത്തമെറ്റിക് ഓർ ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ടേം A is equal to 2 ആണ്, D is equal to 1 ആണ്, and its common ratio is equal to 2. Okay, terms different ആണ്, ഏത് മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ട്. 3 into 2 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. So then A plus 2D is 2 plus 4 into R square, 4 into 4 16. Then 2 plus 3 is 5 into 2 cube 8, that is 40. Yes, ഇതാണ് അരിത്തമെറ്റിക് ജോമെട്രിക് പ്രോഗ്രഷൻ. 2, 6, 16, 40 എക്സെട്ര. ഇത് പെട്ടെന്ന് കണ്ടാൽ നമുക്കിത് AP ആണെന്നോ GP ആണെന്നോ ഒന്നും മനസ്സിലാവില്ല. നമ്മളൊന്ന് ആക്റ്റീവ്ലി ഇറങ്ങി AGP ആണോ എന്നൊന്ന് പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് AGP ആണ് എന്നൊരു ഹിൻഡ് അവിടുന്ന് കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. ഇവിടെ 2 ടേംസിനടുക്കുള്ള ഡിഫറൻസ് എടുത്താൽ ഇവിടെ 4 ആണ്, ഈ 2 ടേംസിനടുത്തുള്ള ഡിഫറൻസ് എടുത്താൽ അത് 10 ആണ്, ഈ 2 ടേംസിനടുത്തുള്ള ഡിഫറൻസ് എടുത്താൽ അത് 24 ആണ്. സോ 4, 10, 24 എന്ന് പറയുന്ന ഈ സീരീസിനെ വീണ്ടും നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 6 ആണ്, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 14. കുറച്ചുകൂടി ടേംസ് വെച്ച് ഇങ്ങനെ ഡിഫറൻസ് എടുത്ത് താഴോട്ട് പോയാൽ അവിടെ എന്തെങ്കിലും പാറ്റേൺ കാണാൻ പറ്റുകയാണെങ്കിൽ അവിടുന്ന് നേരെ പുറകോട്ട് പോയിട്ട് നമുക്ക് ഈ സീരീസ് കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ ഉണ്ട്. എനിവേ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. എനിവേ ഇതാണ് സംഭവം. ഇറ്റ്സ് ഫസ്റ്റ് ടേം ഈസ് 2, D ഈസ് 1 ആൻഡ് R ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇനി ഇതിൻ്റെ SN സം അപ് ടു n ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ SN ഈസ് ഈക്വൽ ടു A plus D into R plus A plus 2D into R square plus etc. A plus n minus 1 into D into R raised to n minus 1. അപ്പോൾ SN is equal to sum up to n terms, അഥവാ A1 plus A2 plus A3 plus etc. AN ആണ് nth ടേം. ഫസ്റ്റ് ടേം A1 മുതൽ AN വരെയുള്ള ടേംസിൻ്റെ സമ്മാണ്. A1 ആണ് A, A2 ആണ് A plus D into R, A3 ആണ് A plus 2D into R square, അങ്ങനെ AN വരെ നമ്മൾ സമ്മേഷൻ എടുക്കുന്നു. ഇനി നമ്മൾ GPൻ്റെ സമ്മ എടുത്തപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു RSN കണ്ടുപിടിക്കുക. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. Now this A will become AR. അപ്പോൾ A plus D into R ന്റെ താഴെ നമുക്ക് AR എന്ന് എഴുതാം. Now this A plus D into R will become A plus D into R square. അതിന് A plus 2D into R square താഴെ വേണം A plus D into R square എഴുതാൻ. അങ്ങനെ ഈ സീരീസ് പോയി കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് ബാക്കിൽ A plus n minus 1 into D into R raised to n minus 1 ന്റെ പുറകിൽ A plus n minus 2 into D into R raised to n minus 2 ഉണ്ടാവും. അതിൽ R മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ that will become R raised to n minus 1. Then last term ഇവിടെ A plus n minus 1 into D into R raised to n minus 1 നെ R മൾട്ടിപ്ലൈ ചെയ്താൽ A plus n minus 1 into D into R raised to n എന്ന് കിട്ടും as usual. Let it be equation number 2. ഇനി നമ്മൾ നേരത്തെ GPൻ്റെ സം ഓഫ് n ടേംസ് കണ്ടുപിടിച്ചപ്പോൾ ചെയ്ത പോലെ തന്നെ RSNൽ നിന്ന് SN സബ്ട്രാക്ട് ചെയ്യുന്നു. സോ ഇക്വേഷൻ നമ്പർ 2 minus 1 implies RSN minus SN. RSN minus SN is equal to, ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യില്ല, തിരിച്ച് സബ്ട്രാക്ട് ചെയ്യും. ഇക്വേഷൻ നമ്പർ 1 minus 2 അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇക്വേഷൻ നമ്പർ 1 minus 2 implies, so SN minus RSN is equal to, ഇവിടെ ഒരു A ഫസ്റ്റ് ടേം അതുപോലെ തന്നെ ഉണ്ടാവും. Now we have here A plus D into R AR. A plus D into R ൽ നിന്ന് AR സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് DR എന്നാണ് കിട്ടുക. So there is DR. Now here A plus 2D into R square, A plus D into R square. അത് A plus 2D into R square ൽ A plus D into R square സബ്ട്രാക്ട് ചെയ്താൽ അത് DR square ആയിരിക്കും. So DR square, DR cube plus etc. ഇവിടുത്തെ ലാസ്റ്റ് ടേം ഫസ്റ്റ് സീരീസ് ഇക്വേഷൻ നമ്പർ 1ലെ ലാസ്റ്റ് ടേമിൽ നിന്ന് A plus n minus 1 into D R raised to n minus 1 ൽ നിന്ന് A plus n minus 2, ഇവിടെ ഒരു D കൂടുതലാണ്, അവിടെ സബ്ട്രാക്ട് ചെയ്താൽ DR raised to n minus 1 എന്ന് കിട്ടും. മൈനസ് ഓഫ് A plus n minus 1 into D all into R raised to n. Now look at here. DR square, DR cube etc. DR raised to n minus 1 is
എ ജി പി, അതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അതിൻ്റെ സം എടുക്കാൻ നമുക്കറിയാം, അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു എ ആർ സ്ക്വയർ അങ്ങനെ പോകുന്ന ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ആറും വരുന്ന ഒരു ജി പിന്റെ സം അപ് ടു n ടേംസ് എന്ന് പറയുന്നത് a ഇൻറ്റു r റൈസ് ടു n മൈനസ് വൺ ഡിവൈഡഡ് ബൈ r മൈനസ് വൺ ആണ്. പക്ഷേ ഇത് സം അപ് ടു n ടേംസ് ഉണ്ടാവില്ല, ഇതിനകത്താകെ n മൈനസ് വൺ ടേംസേ വരുള്ളൂ. ഡി ആർ എന്ന് പറയുമ്പോൾ ആറിന്റെ പവർ 1 ആണ്, അവിടുന്ന് അങ്ങനെ ആറിന്റെ പവർ 1, 2, 3 എക്സെട്ര n മൈനസ് വൺ വരെ പോകുന്നുള്ളൂ. സോ ദർ ആർ ഓൺലി n മൈനസ് വൺ ടേംസ്. അപ്പോൾ അവിടെ ജി പിന്റെ ഫോമിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷന്റെ സമ്മേഷൻ ഈ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഒരു വാല്യൂ അല്ല കിട്ടുക, നമുക്കൊരു അനദർ സീരീസ് ഒരു ജി പി ആണ് കിട്ടുക. അപ്പോൾ ജി പിന്റെ സം അപ് ടു n ടേംസ് എന്നാണ് നേരത്തെ കണ്ടുപിടിച്ചത്, അറിഞ്ഞിട്ട് വേണം ഇതിനകത്തേക്ക് വരാൻ. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എ മൈനസ് ഓഫ് എ പ്ലസ് n മൈനസ് വൺ ഇൻറ്റു ഡി ഹോൾ റൈസ് ടു all into r raised to n plus here first term is dr into common ratio is r, പക്ഷേ n terms ഇല്ല. so r raised to n minus 1 all divided by r minus 1. ഈ r minus 1 കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ത്രൂ ഔട്ട് ഇവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. so a into r minus 1 minus a r raised to n minus a into r raised to n ഉണ്ട് into r minus 1. then minus of n minus 1 into d r raised to n into r minus 1 plus d into ഈ r അങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്താൽ r raised to n minus r raised to n minus r all divided by r minus 1. ഓക്കെ, ഇവിടെയുള്ള സിമിലർ ടേംസ് ഒക്കെ നമുക്കൊന്ന് കമ്പൈൻ ചെയ്യാം. So this is r minus 1 എല്ലാത്തിലും കോമൺ ഫാക്ടർ ആണ്, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വരുന്നതാണ്. സോ എ ആർ മൈനസ് എ മൈനസ് എ ആർ റൈസ് ടു എൻ പ്ലസ് എ ആർ റൈസ് ടു എൻ പ്ലസ് വൺ മൈനസ് ഓഫ് എ ആർ മൈനസ് മൈനസ് പ്ലസ് എ ആർ റൈസ് ടു എൻ മൈനസ് ഓഫ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആർ റൈസ് ടു എൻ പ്ലസ് വൺ മൈനസ് മൈനസ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആർ റൈസ് ടു എൻ plus dr raised to n minus dr all divided by r minus 1. ഇനി ടേംസിന് വെറുതെ കമ്പൈൻ ചെയ്താൽ മതി, ഞാനത് പൂർണ്ണമായിട്ട് എഴുതുന്നില്ല. ഇവിടെ എ ആർ ഈ ഡി ആർ അത് തമ്മിൽ കമ്പൈൻ ചെയ്യുക. ഇവിടെ എ അതുപോലെ ദർ ഇസ് നോ അതർ കോൺസ്റ്റന്റ് ടേംസ്, അപ്പോൾ അത് വിട്ടേക്കുക. ഇവിടെ ആർ റൈസ് ടു എൻ, ഇവിടെ ഡി ആർ റൈസ് എ ആർ റൈസ് ടു എൻ ഡി ആർ റൈസ്, അങ്ങനെ സിമിലർ ടേംസ് ഒന്ന് കമ്പൈൻ ചെയ്താൽ മതി. അതുപോലെ ഇവിടെ മൈനസ് ഓഫ് എ ആർ റൈസ് ടു എൻ പ്ലസ് വൺ, ഇവിടെ ഡി ആർ റൈസ് ടു എൻ പ്ലസ് വൺ, ഇങ്ങനെ സിമിലർ ടേംസ് കമ്പൈൻ ചെയ്യുക. ആറിൻ്റെ പവർ നോക്കിയാൽ മതി, ആറിൻ്റെ പവർ 0 വരുന്ന ഒരു ടേം എ മാത്രമുണ്ട്, പിന്നെ എ ആർ ഡി ആർ ഉണ്ട്, അത് തമ്മിൽ എ മൈനസ് ഡി ഇൻറ്റു ആർ എന്ന് മാറും. അങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി, അവസാനം n മൈനസ് 1. ഇതിനങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു ഫൈനൽ ആൻസർ ഇങ്ങനെ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് അങ്ങനെ കാണാണ്ട് പഠിച്ചു വെക്കുക അല്ല ചെയ്യേണ്ടത്. അത് ഓരോ എ ജി പിയും ഓരോ രൂപത്തിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ 6 മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ജി പി ചിലപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള രൂപത്തിൽ എഴുതിയെടുക്കാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ ആ ഒരു പ്രൊസീജിയറാണ് നോക്കി വെക്കേണ്ടത്. ഫൈനൽ ആൻസർ അങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ അതിനകത്തേക്ക് എ ഡി ആർ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക, അങ്ങനെയല്ല നമ്മൾ ഇതിനെ ഡീൽ ചെയ്യേണ്ടത്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എ ജി പി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത് നമുക്ക് അവസാനം ഇതിൽ കുറച്ച് സ്പെഷ്യൽ സീരീസസ് ആണ്. സ്പെഷ്യൽ സീരീസസിൽ ആദ്യ ഭാഗത്തുള്ളതൊക്കെ വളരെ സിമ്പിളാണ്. അതിനകത്ത് കുറച്ച് സമ്മേഷൻ ഫോമുലകൾ മാത്രം പഠിച്ചു വെക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ ഫോമുല തന്നെ എസ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എ എൻ. എ എൻ ആണ് തന്നെങ്കിൽ എസ് എൻ മൈനസ് ഓഫ് എസ് എൻ മൈനസ് 1. ഈ രണ്ട് ഫോമുലകൾ ഉപയോഗിച്ചിട്ട് എ എന്നിനെ എസ് എൻ ആക്കി കൺവേർട്ട് ചെയ്യുക, എസ് എന്നിന് തന്നാൽ എ എൻ ആക്കി കൺവേർട്ട് ചെയ്യുക. ഇത് രണ്ടുമാണ് ഈ സ്പെഷ്യൽ സീരീസസിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോമുലകൾ എന്ന് പറയുന്നത് സിഗ്മ 1 എന്ന് വെച്ചാൽ എൻ തന്നെയാണ്. അതിൻ്റെ റീസൺ സിഗ്മ 1 എന്ന് പറയുമ്പോൾ 1 തന്നെ 1 + 1 + 1 അങ്ങനെ n ടൈംസ് ആഡ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി n. Now all of you know that sigma n is equal to n into n plus 1 divided by 2. കാരണം അതൊരു എ പി ആണ്, 1, 2, 3 എക്സെട്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം 1 ലാസ്റ്റ് ടേം n, അങ്ങനെയാണ് അത് കിട്ടുന്നത്. Now we have sigma n square is equal to the formula n into n plus 1 into 2n plus 1 all divided by 6. എല്ലാവർക്കും അറിയുന്നതാണ്. Sigma n cube is equal to n square into n plus 1 whole square. ഒരു 4th ഡിഗ്രി പോളിനോമിയലാണ് എക്സ്പാൻഡ് ചെയ്താൽ വരിക, ഓൾ ഡിവൈഡഡ് ബൈ 4. ചില ആൾക്കാർ ഇതിനെ n into n plus 1 by 2 the whole square എന്ന് പറയാറുണ്ട്. അഥവാ അത് സിഗ്മ എന്നിൻ്റെ സ്ക്വയർ ആണ്. സിഗ്മ ഓഫ് n ക്യൂബ് is equal to സിഗ്മ n ഹോൾ സ്ക്വയർ ആണ്. പക്ഷേ ഇങ്ങനെ എഴുതുന്നതിനേക്കാളും പ്രോബ്ലത്തിൽ ഡയറക്റ്റ് n square into n plus 1 whole square by 4 എന്ന് കൊടുക്കുന്നതിനെയാണ് കുറച്ചുകൂടി
എളുപ്പം. ഓക്കെ, ഇത്രയും ഫോമുലകളെ ഈ സ്പെഷ്യൽ സീരീസസ് ഡയറക്റ്റ് ആയിട്ട് വരുന്നതൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് an is equal to 2n square minus n plus 1 then find Sn. ഇങ്ങനെ ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ we have the answer such that Sn is equal to sigma an, that is sigma 2n square minus n plus 1. ഇങ്ങനെയാണ് വരിക. From this sigma of 2n square എന്ന് പറയുമ്പോൾ 2 sigma n square minus sigma n plus sigma 1 ഇങ്ങനെ മൊത്തം അങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ലീനിയർ പ്രോപ്പർട്ടി നമുക്ക് ഇതിനകത്തുണ്ട്. അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. കോൺസ്റ്റൻസിൻ്റെ അതിനെല്ലാം പുറത്തേക്ക് വെക്കാം. ഇൻറ്റഗ്രേഷനിലൊക്കെ നമ്മൾ ചെയ്യുന്ന അതേ റൂള് തന്നെ സിഗ്മക്ക് അങ്ങനെ ഒരു റൂൾ ഉണ്ട്, അത് വെച്ച് പുറത്തേക്ക് എടുക്കുക. നോ വി ഹാവ് 2 into sigma n square. നമുക്ക് ഫോമുല ഉണ്ട് n into n plus 1 into 2n plus 1 by 6 n into n plus 1 into 2n plus 1 all divided by 6. Minus of sigma n is minus n into n plus 1 all divided by 2 plus sigma 1 is simply n. ഇവിടെ 2 ഇങ്ങനെ കട്ട് ചെയ്താൽ ഇവിടെ 3 എന്ന് വരും. അവിടെ നമുക്കൊരു n by 3 n by 2 രണ്ടിൻ്റെയും കൂടി കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ n by 6 നമുക്ക് LCM ആയിട്ട് LCM of 2 and 3 is 6. അത്രയും നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 3 പുറത്തേക്ക് പോകുന്നു, പിന്നെ ഇവിടെ ഒരു 2 സെപ്പറേറ്റ് വരും. സോ 2 into n plus 1 into 2n plus 1 minus of ഇവിടെ 2 പുറത്തേക്ക് എടുത്തു, ഇനി 3 വരും, n പോകുന്നു. സോ 3 into n plus 1 plus here we have simply 6. n പുറത്തേക്ക് പോകുന്നു, n by 6 പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ ഒരു 6 വരും. ഈ തിരിച്ച് n by 6 മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പറഞ്ഞ ടേംസ് ഒക്കെ നമുക്ക് കിട്ടും. നമ്മൾ ആകെ ചെയ്യുന്നത് ഇവിടെ കോമൺ ഫാക്ടർ എല്ലാത്തിലും കോമൺ ഫാക്ടർ ആയിട്ട് n ഉണ്ട്, ആ n പുറത്തേക്ക് എടുത്തു. അതുപോലെ ഇവിടെ ഡിനോമിനേറ്റർ 3, ഇവിടെ ഡിനോമിനേറ്റർ 2, ഇവിടെ ഡിനോമിനേറ്റർ 1. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി LCM 6 ആണ്, അതും നമ്മൾ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഓരോ കോമൺ ഫാക്ടർ ഇവിടെ 3 ഉള്ളൂ, 6 പുറത്തേക്ക് എടുത്താൽ അവിടെ ഒരു 2 ഇട്ട് കൊടുക്കണം. ഇവിടെ 2 മാത്രമേ ഉള്ളൂ, നിങ്ങൾ 2 ഉപരിയായിട്ട് 6 പുറത്തേക്ക് എടുക്കുമ്പോൾ 2ൻ്റെ കൂടെയുള്ള ഫാക്ടർ 3 അവിടെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള നോർമൽ ബാലൻസിങ് മാത്രമേ അവിടെ ഉള്ളൂ. നൗ ദിസ് ഇസ് n by 6 ഇൻറ്റു ഈ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്താൽ 2 into 2n square plus 3n. 2n plus n is 3n plus 1 minus of 3n minus 3 plus 6. Now let us open this bracket. Here n by 6 into 4n square plus 6n plus 2 minus 3n minus 3 plus 6 is plus 3. Okay. Now this is equal to n by 6 into 4n square plus 6n minus 3n is plus 3n. 2 plus 3 is 5. Okay. Now this is the answer. n into 4n square plus 3n plus 5 all divided by 6 is the required Sn. ഇനി ഇതിലെ സം അപ് ടു 10 ടേംസ് കാണണമെങ്കിൽ n ന് 10 കൊടുത്താൽ മതി, സം അപ് ടു 100 ടേംസ് കാണണമെങ്കിൽ n ന് 100 കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രഷൻ ഫോമിലേക്ക് ഇതിൻ്റെ സമ്മിനെയും കൂടി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സി വൺ മോർ എക്സാമ്പിൾ. എക്സാമ്പിൾ 2. If an is equal to 6n square minus 2n, then find Sn. 6n square minus 2n ന്റെ Sn കണ്ടുപിടിക്കാണ്. എനിവേ ഫോർമുലയിൽ മാറ്റമൊന്നുമില്ല. ആൻസറിൽ Sn is equal to sigma an. an is 6n square minus 2n, which could be splitted as 6 into sigma n square minus 2 into sigma n. Now 6 into, we know that sigma n square is sum up to first n natural numbers is, sorry, sum of squares of first n natural numbers. Sigma n ആണ് sum up to first n natural numbers. Sigma n square is sum of squares of first n natural numbers. 1 square plus 2 square plus 3 square plus etc. up to n square. അതാണ് sigma n square കൊണ്ട് ഉദ്ദേശിക്കുന്നത്. That is n into n plus 1 into 2n plus 1 all divided by 6 minus 2 into sigma n is n into n plus 1 by 2. 6 cancel ചെയ്യാം, 2 ഇവിടെ cancel ചെയ്യാം. Now we have a common factor of n into n plus 1, here also n into n plus 1. So n into n plus 1 into അത്രയും പുറത്ത് വന്നാൽ ഇവിടെ ബാക്കി 2n plus 1 മൈനസ്, ഇവിടെ ഇനി ഒന്നുമില്ല, ആകെ ഉണ്ടായിരുന്ന 2 cancel ആയി, n into n plus 1 വന്നാൽ മൈനസ് ഓഫ് n. ഇതിങ്ങനെ കട്ടായി പോയാൽ അവിടെ 2n ഉള്ളൂ. ആ 2n ഉം n ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n സ്ക്വയർ ഇൻറ്റു n plus 1. ദിസ് ഇസ് Sn. അപ്പോൾ an 6n സ്ക്വയർ മൈനസ് 2n ആണെങ്കിൽ Sn 2n സ്ക്വയർ ഇൻറ്റു n plus 1. ഇതിനകത്ത് n വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എത്രയാണോ കൊടുക്കുന്നത് അത്രയും ടേംസിൻ്റെ സമ്മ് ഈ സീരീസിലെ അല്ലെങ്കിൽ സീക്വൻസിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേറെ ടൈപ്പ് സീരീസുകൾ, ഡിഫറൻറ്റ് സീരീസ് മെത്തേഡ്.
ഡിഫറൻസ് സീരീസ് മെത്തേഡ് നമുക്കൊരു മെത്തേഡായിട്ട് ഒരു കംപ്ലീറ്റ് തിയറി ആയിട്ട് പൂർണ്ണമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇതിലെ പ്രോബ്ലംസ് ചിലപ്പോൾ ഫാക്ടോറിയലുമായിട്ട് മിക്സ് ചെയ്തിട്ട് വരും. an is equal to n into n ഫാക്ടോറിയൽ അങ്ങനെയൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ കോമ്പിനേഷൻസും പെർമ്യൂട്ടേഷൻസും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് വരും, ബൈനോമിയൽ കോഎഫിഷ്യൻസും ആയിട്ട് വരും. ഇങ്ങനെ പല രീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു പൂർണ്ണമായിട്ട് കോംപ്രഹെൻസീവ് ആയിട്ട് തിയറി എന്ന നിലക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. കുറേയൊക്കെ പ്രോബ്ലത്തിൻ്റെ ഇടയിൽ വരുന്നതിനനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിലൊക്കെയുള്ള ഡിഫറൻറ്റ് സീരീസ് മെത്തേഡിൽ ചെയ്യേണ്ട കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യ ഭാഗത്തിൽ വരുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ്. അതായത് ഡിഫറൻറ്റ് സീരീസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ആവുമെന്ന് പറയാവുന്നതാണ്. an is equal to 1/n into n plus 1 then find SN. ഇത് ഒരുപാട് പ്രാവശ്യം എൻട്രൻസ് എക്സാമിനേഷനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പല പരീക്ഷകൾക്ക് പല സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. an is equal to 1/n into n plus 1. ഇവിടെ നമ്മൾ ചെറിയ പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കുകയാണ്. പാർഷ്യൽ ഫ്രാക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ലോജിക്ക് convert the numerator into the terms of denominator. ന്യൂമറേറ്ററിൽ നമുക്കുള്ളത് ഒരു 1 ആണ്. That 1 is the difference of this n plus 1 and n. ഡിനോമിനേറ്ററിലുള്ള n-ന്റെയും n plus 1-ന്റെയും ഡിഫറൻസ് ആയിട്ട് ന്യൂമറേറ്ററിലുള്ള 1-നെ എഴുതുക. So replace this 1 by n plus 1 minus n all divided by n into n plus 1. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാം. So n plus 1 divided by n into n plus 1. n plus 1 കട്ടായി പോയാൽ 1 by n minus ഓഫ് ഇവിടെ n കട്ടാവും. So you will get 1 by n plus 1. അപ്പോൾ an എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? 1 by n minus 1 by n plus 1 ആണ്. അപ്പോൾ a1 എന്തായിരിക്കും? ദാറ്റ് ഈസ് 1/1 മൈനസ് 1/2. a2 എന്തായിരിക്കും? 1/n മൈനസ് 1/n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1/2 മൈനസ് 1/3. ഇങ്ങനെ ഡിഫറൻസുകളാക്കി മാറ്റാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻസ് സീരീസ് മെത്തേഡ്. ഒരു സീരീസിലെ ഒരു പർട്ടിക്കുലർ ടേമിനെ തന്നെ രണ്ട് ടേംസിന്റെ ഡിഫറൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ പോയി an is equal to 1/n മൈനസ് 1/n പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ഇനി എന്താ ഫോർമുല? Sn is equal to നമ്മൾ സിഗ്മ n അല്ല ഉപയോഗിക്കുന്നത്, ഡയറക്റ്റ് ഫോർമുല തന്നെ. Sn is equal to sum up to first n terms of this sequence, that is a1 plus a2 plus a3 plus a4 plus etc plus an. നമുക്കിതിൽ ഓരോരോ ടേംസും ഈ ഡിഫറൻസ് സീരീസ് മെത്തേഡിൽ കൊടുത്താൽ അവിടെ വണ്ടർഫുൾ ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം കാണാൻ പറ്റും. a1 is 1/1 minus 1/2 in a bracket. അപ്പോൾ ഒരു ടേം a1-ൽ തന്നെ രണ്ട് ടേംസ് ഉണ്ട്, അതാണ് അതിൻ്റെ ഒരു ഭംഗി. ആൻഡ് a2 is 1/2 minus 1/3 and a3 is 1/3 minus 1/4 plus etc plus 1 an is 1/n minus 1/n plus 1. Now you can see something. ഓരോ ടേമിൻ്റെയും സെക്കൻഡ് ടേം നെക്സ്റ്റ് ടേമിലെ ഫസ്റ്റ് ടേമുമായിട്ട് ക്യാൻസൽ ആവും. മൈനസ് 1/2 പ്ലസ് 1/2 പോസിറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആവും. സെക്കൻഡ് ടേമിലെ മൈനസ് 1/3, തേർഡ് ടേമിൽ പ്ലസ് 1/3, രണ്ടും കൂടി ക്യാൻസൽ ആവും. മൈനസ് 1/4 തൊട്ടടുത്ത് ആരുണ്ടാവും? 1/4 മൈനസ് 1/5 ഉണ്ടാവും, അവിടെയായിട്ട് ക്യാൻസൽ ആവും. അങ്ങനെ ചെന്ന് 1/n വരെ കട്ടാവും. ഈ മൈനസ് 1/n പ്ലസ് 1 കട്ടാവില്ല, കാരണം അത് കട്ടാവണ ഒരു ടേം കൂടി അപ്പുറത്ത് വേണം. പക്ഷെ അങ്ങനെ ടേം ഇല്ല, ഇത് ലാസ്റ്റ് ടേം ആണ്. അതുപോലെ ഈ 1 കട്ടാവില്ല, ഈ 1 കട്ടാവണതിന്റെ പുറകിലൊരു ടേം വേണം. അങ്ങനെ ഒരു ടേമും ഇല്ല, ഇത് ഫസ്റ്റ് ടേം ആണ്. എന്ന് വെച്ചാൽ the smallest and largest will be remaining. 1/1 അതാണ് ഏറ്റവും ചെറുത്, അതായത് 1, 2, 3 അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുത്. അതുപോലെ n plus 1 ആണ് ലാർജസ്റ്റ്, അത് രണ്ടോടെ കിടക്കും. അതിൻ്റെ ഇടയ്ക്കുള്ളതെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് ക്യാൻസൽ ആയി പോകും. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1 minus 1/n plus 1. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ n plus 1 minus n, n plus 1 minus n അല്ല മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ n plus 1. ഇവിടെ 1 minus 1 എല്ലാം ക്യാൻസൽ ചെയ്താൽ ആൻസർ ഈസ് n/n plus 1. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ്. ഇഫ് an is equal to 1/n into n plus 1 then Sn is equal to n/n plus 1. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. ഇതും എക്സാമിന് ധാരാളം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് an is equal to 1/n into n plus 1 into n plus 2, 3 ടേംസ് വന്നു എന്ന് വിചാരിക്കുക. നേരത്തെ ഒരു ടേം ഉണ്ടാവും, 2 ടേമേ ഉണ്ടായിരുന്നുള്ളൂ. 1/n into n plus 1, ഇവിടെ 1/n into n plus 1 into n plus 2. ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഒന്ന് വലുതായി. അങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് an-നെ ഡിഫറൻറ്റ് സീരീസ് ആക്കി എഴുതാനുള്ള മെത്തേഡ്. ഇവിടെ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ്, ഇവിടെ n ആണ് ഏറ്റവും ചെറുത്, n plus 2 ആണ് ഏറ്റവും വലുത്. n plus 1 അതിൻ്റെ ഇടയിലുള്ള നമ്പറാണ്. കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് ആണല്ലോ n plus 1 n plus 2. ഓക്കെ, അപ്പോൾ അതിൽ n-ൻ്റെയും n plus 2-ൻ്റെയും സ്മോളസ്റ്റിൻ്റെ ലാർജസ്റ്റിൻ്റെയും ഡിഫറൻസ് നോക്കുക. ആ ഡിഫറൻസ് 2 ആണ്. നേരത്തെ 1 ആയിരുന്നു. n-ഉം n plus 1 എടുക്കുമ്പോൾ ഒരു ഡിഫറൻസ് 1 ആണ്. ന്യൂമറേറ്ററിൽ ഓൾറെഡി 1 ഉണ്ട്. ഇവിടെ n-ഉം n plus 2 ആണ്. സ്മോളസ്റ്റ് ലാർജസ്റ്റ് എടുക്കുമ്പോൾ n-ഉം n plus 2 ആണ്. ദെയർ ഡിഫറൻസ് ഈസ് 2. ആ 2 ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ദിസ് ഈസ് ഹാഫ് ഇൻറ്റു 2 divided by n into n plus 1 into n plus 2. ഇങ്ങനെ ഒരു ഹാഫ് ഇട്ട് കൊടുത്തിട്ട് ആ 2 അവിടെ ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് 2 is the difference of the smallest n and the largest n plus 2. മിഡിലിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഇനിയിപ്പോൾ 4 5 ഒക്കെ വന്നാലും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. Now replace this 2 by, അല്ലെങ്കിൽ write this 2 as the difference of this n and n plus 2. So 1/2 into n plus 2 minus n all divided by n into n plus 1 into n plus 2.
ഇതിനെ ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് ഹാഫ് ഇൻറ്റു എൻ പ്ലസ് ടു. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എൻ പ്ലസ് ടു കട്ടായി പോകും. സോ 1/n ഇൻറ്റു n പ്ലസ് 1 മൈനസ് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ n കട്ടായി പോകും 1/n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2. ഇനി ഫർദർ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രേഷനിലൊക്കെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യും. ഈ 1-ന് വീണ്ടും n പ്ലസ് 1 മൈനസ് n എന്നും ഈ 1-ന് n പ്ലസ് 2 മൈനസ് ഓഫ് n പ്ലസ് 1 എന്നും ഇത് വീണ്ടും ഡിവൈഡ് ചെയ്ത് മൊത്തം 3 ടേംസ് ആക്കി മാറ്റും. ഇവിടെ അത്രയും പരിശ്രമത്തിൻ്റെ ഒരു ആവശ്യമില്ല. കാര്യം നമ്മളെ എയിം എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് കംപ്ലീറ്റ്ലി ലീനിയർ ടേംസ് 1 ലീനിയർ ഫോമിലേക്ക് ആക്കുക എന്നുള്ളതല്ല. ഇന്റഗ്രേഷനിൽ അതായിരുന്നു കാര്യം. ഇവിടെ 1 ലീനിയർ വന്നാൽ ലോഗ് മോഡിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ വേണ്ട. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ a1 അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഹാഫ് ഇൻറ്റു 1/1 ഇൻറ്റു 2 മൈനസ് 1/2 ഇൻറ്റു 3 ഇങ്ങനെയാണ് ഉണ്ടാവുക. an is 1/2 into 1/n into n plus 1. n ന് 1 കൊടുത്താൽ മതി. So a2 is obtained by putting n equal to 2. So 1/2 into 3 minus 1/3 into 4. a3 is equal to half into 1/3 into 4 minus 1/4 into 5 etc. ഇങ്ങനെ പോയി an is equal to ഹാഫ് ഇൻറ്റു ഹാഫ് വന്ന വഴിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു 1/n into n plus 1 minus 1/n plus 1 into n plus 2 ഇങ്ങനെയാണ് ഉണ്ടാവുക. Now let us take the summation. നേരത്തെ ചെയ്ത പോലെ തന്നെ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ ഓരോ ടേമിലും സെക്കൻഡ് ടേം നെഗറ്റീവും അടുത്ത ടേമിൽ പോസിറ്റീവ് ഫസ്റ്റ് ടേമുമായിട്ട് ഇങ്ങനെ ക്യാൻസൽ ആയിട്ട് പോകുന്നത് കാണാം. സോ ഹിയർ Sn is equal to again a1 plus a2 plus a3 plus etc. plus an. This is equal to a1 is half into 1/1 into 2 minus 1/2 into 3 plus second term is half into 1/2 into 3 minus 3 into 4 plus again half into 1/3 into 4 minus 1/4 into 5 plus etc. an is half into 1/n into n plus 1 minus 1/n plus 1 into n plus 2. Now we can cancel the adjacent positive and negative terms. Minus 1/2 into 3 plus 1/2 into 3. Minus 1/3 into 4 plus 1/3 into 4. Minus 1/4 into 5 അടുത്ത ടേമിൽ അത് വരും. അങ്ങനെ ഇവിടം വരെ ക്യാൻസൽ ആവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ the smallest term and largest term will be remaining. So what do you get? Half into 1/1 into 2 is simply 1/2 minus 1/n plus 1 into n plus 2. ഇവിടെ ഒരു ഹാഫ് ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് ഉണ്ട്. അതിനെ കോമൺ ഫാക്ടർ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു. Now we can cross multiply here. Now this is half into, ഇങ്ങോട്ട് cross multiply n plus 1 into n plus 2. That is n square plus 3n plus 2 minus of 2. Cross multiply ചെയ്യുമ്പോൾ all divided by 2 into n plus 1 into n plus 2. Now we can cancel this 2 and minus 2. രണ്ടും കൂടി cancel ചെയ്യാം. Now n square plus 3n divided by 2 into 2 is 4 into n plus 1 into n plus 2. Now we can take a common factor from n square and 3n. n square ലും 3n ഒരു common factor ഉണ്ട്. ആ n പുറത്തേക്ക് പോന്നാൽ n into n plus 3 divided by 4 into n plus 1 into n plus 2. That is what is our Sn. അപ്പോൾ an 1/n into n plus 1 into n plus 2 1 എന്ന് പറഞ്ഞ 3 ലീനിയർ ടേം വന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് Sn ഇങ്ങനെയായിരിക്കും. ഇതൊക്കെ നമുക്ക് ഈ ഡിഫറൻറ്റ് സീരീസ് ടെക്നിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതേ സംഭവം തന്നെ ന്യൂമറേറ്ററിൽ വന്നാലും നമുക്ക് ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ ടെക്നിക്കുമായിട്ട് ഒരു ചെറിയ ഒരു കണക്ഷൻ വരുന്നതാണെങ്കിൽ നമുക്ക് അത്ര ഡിഫറൻറ്റ് സീരീസ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. പഴയ മെത്തേഡിലും ചെയ്യാം, പുതിയ മെത്തേഡിലും ചെയ്യാം. അതിൻ്റെ എക്സാമ്പിളാണ് ഇത്. an is equal to n into n plus 1 into n plus 2. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ബ്രാക്കറ്റ് പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യാം. n plus 1 into n plus 2 ചെയ്താൽ n square plus 3n plus 2 വരും. ഈ n കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ n ക്യൂബ് പ്ലസ് 3n സ്ക്വയർ പ്ലസ് 2n എന്ന് വരും. എന്നിട്ട് Sn വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. സിഗ്മ n ക്യൂബ് പ്ലസ് 3 സിഗ്മ n സ്ക്വയർ പ്ലസ് 2 സിഗ്മ n. സിഗ്മ n ക്യൂബിന് n സ്ക്വയറിന് n പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 4. സിഗ്മ n സ്ക്വയറിന് പകരം n into n പ്ലസ് 1 into 2n പ്ലസ് 1 ബൈ 6 ആൻഡ് സിഗ്മ n is n into n പ്ലസ് 1 ബൈ 2. അങ്ങനെ നമ്മുടെ ഫോമുലകൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് പോവാം. പക്ഷേ ഡിഫറൻറ്റ് സീരീസ് ഉപയോഗിച്ചത് എങ്ങനെയാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് മെത്തേഡ് ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മൾ എൻട്രൻസിനൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഡിഫറൻറ്റ് സീരീസ് ടെക്നിക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഇവിടെ കോൺസിക്യൂട്ടീവ് ആയിട്ട് 3 ടേംസ് ഉണ്ട്. നമ്മളെ വക ഒരു n plus 3 കൂടി. ഇപ്പോൾ n into n plus 2 into n plus 4 ആണെങ്കിൽ നമ്മളെ വക ഒരു n plus 6 കൂടി. ആ കറക്റ്റ് പാറ്റേണിനെ ഫോളോ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു നെക്സ്റ്റ് ടേമും കൂടി അവിടെ എഴുതി ചേർക്കുക. ഓക്കെ, നൗ ദിസ് ഇസ് ഈക്വൽ ടു n into n plus 1 into n plus 2 into n plus 3 എന്നവിടെ എഴുതി ചേർക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഇവിടെയുള്ള n-നെയൊക്കെ n-1 വെച്ച് റീപ്ലേസ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ ഒരു പ്രീവിയസ് വെർഷൻ ഉണ്ടാവും. അതായത് ഈ n-ന് പകരം n-1 കൊടുത്താൽ അത് സബ്ട്രാക്ട് ചെയ്യണം. സോ n will become n-1
and n plus 1 will become n plus 2 will become n plus 1, and this n plus 3 will become n plus 2. ഇങ്ങനെ അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവിടെ ഒരു പാറ്റേൺ ഉണ്ടാവും, n × n+1 × n+2 വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു ടേം കൂടി അതേ പാറ്റേണിൽ ഒരു ടേം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ഇതിലൊക്കെ n-1 വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വേർഷൻ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഇനി ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയേ, ഇവിടെ n × n+1 × n+2 കോമൺ ഫാക്ടർ ആണ്, ഇവിടെയും n × n+1 × n+2 ഉണ്ട്. ബാക്കി ഇവിടെ n+3 മൈനസ് ഓഫ് n-1 എന്ന് വെച്ചാൽ അത് 4 ആയിരിക്കും. ആ 4നെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. n × n+1 × n+2 തന്നെയാണ് n × n+1 × n+2 × n+3 മൈനസ് ഓഫ് n-1 × n × n+1 × n+2 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ പക്ക സെയിം ആണ്. ഇത് ഡിഫറൻറ്റ് സീരീസിൻ്റെ ഒരു മെത്തേഡാണ്. നമ്മൾ ഉദ്ദേശം എന്താണ്, രണ്ട് സീരീസുകളുടെ ഡിഫറൻസ് ആക്കി എഴുതുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 1/4 × n × n+1 × n+2 × n+3. അടുത്തതിന് കുറച്ചും കൂടി സിമ്പിൾ വെർഷൻ കാണിച്ചിട്ട് അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ക്ലിക്ക് ആവും. മൈനസ് ഓഫ് n-1 × n × n+1 × n+2. ഓക്കെ, now Sn is equal to നേരത്തെ പറഞ്ഞ പോലെ a1 + a2 + a3 അടുത്തടുത്തുള്ള ടേംസ് ക്യാൻസൽ ആയി പോകുന്നത് കാണാം, പ്ലസ് എക്സെട്ര an. now 1/4 × ഫസ്റ്റ് ടേം എന്തായിരിക്കും, n ന് 1 കൊടുത്താൽ 1 × 2 × 3 × 4 മൈനസ് ഓഫ് 0 × 1 × 2 × 3 പ്ലസ് സെക്കൻഡ് ടേം 1/4 × ഇവിടെ n ന് 2 കൊടുത്താൽ 2 × 3 × 4 × 5 × 6, സോറി 6 അല്ല 5, 2 × 3 × 4 × 5. that minus of 1 × 2 × 3 × 4. നോക്കാം, ഇവിടെ 1 × 2 × 3 × 4 അവിടുത്തെ മൈനസ് ഓഫ് 1 × 2 × 3 × 4 ആയിട്ട് ക്യാൻസൽ ആവും. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിനോമിനേറ്ററിൽ നിന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് ഡിഫറൻറ്റ് സീരീസിൽ നിന്ന് ഇവിടെ നിന്നുള്ളൊരു വ്യത്യാസം, അവിടെ സെക്കൻഡ് ടേമിലെ നെഗറ്റീവ് ടേമും ഫസ്റ്റ് ടേമിലെ നെഗറ്റീവ് ടേം, അതായത് ആദ്യത്തെ ടേമിലെ നെഗറ്റീവ് ടേമും അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ടേമിലെ ഫസ്റ്റ് ടേമും തമ്മിലാണ് ക്യാൻസൽ ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല, ഇവിടുത്തെ ഫസ്റ്റും അവിടുത്തെ സെക്കൻഡും ആണ്. അങ്ങനെ ഒരു ഷിഫ്റ്റ് വെച്ചിട്ടാണ് ക്യാൻസൽ ആയി പോകുന്നത്. തേർഡ് ടേം 1/4 × 3 × 4 × 5 × 6 മൈനസ് 2 × 3 × 4 × 5. ഇത് ഈ നെഗറ്റീവ് ടേം ഇവിടുത്തെ പോസിറ്റീവ് ടേം ആയിട്ടാണ് ക്യാൻസൽ ആവുന്നത്, പ്ലസ് എക്സെട്ര. ഫൈനലി 1/4 × n × n+1 × n+2 × n+3. അതായത് ഈ സീരീസ് ഒന്നും ഡിഫറൻസ് ഫോമിലേ ആയിരുന്നില്ല, നമുക്ക് തന്നത് ഒരു ഡിഫറൻസും ഇല്ലാതെയാണ്. നമ്മൾ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ തല്ലി പഴിപ്പിച്ച് രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആക്കി മാറ്റുക. എന്നിട്ട് നമ്മൾ a1 + a2 + a3 + എക്സെട്ര an എടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള ടേംസ് ക്യാൻസൽ ആവും. അത് ഡിഫറൻറ്റ് സീരീസിൻ്റെ പ്രത്യേകതയാണ്. ദെൻ n-1 × n × n+1 × n+2. ഓക്കെ, ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ 1 × 2 × 3 ഈ സാധനം ഇങ്ങനെ അങ്ങോട്ട് ക്യാൻസൽ ആവും. ഇത് ക്യാൻസൽ ആവില്ല, പക്ഷേ ഇത് ക്യാൻസൽ ആവേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി 0 ആണ്. പിന്നെ ഇവിടെ 2 × 3 × 4 × 5 ഇവിടുത്തെ ഇതുമായിട്ട് ക്യാൻസൽ ആവും. ഇങ്ങനെ ക്യാൻസലായി അവസാനം ഇത് അങ്ങോട്ട് കട്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാർജസ്റ്റ് ആൻഡ് സ്മോൾ, ഇവിടെ ഇതാണ് ലാർജസ്റ്റ്, n × n+1 × n+2 × n+3 ആണ് ലാർജസ്റ്റ്, ഇതാണ് സ്മോളസ്റ്റ്, രണ്ടും ക്യാൻസൽ ആവില്ല. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ സ്മോളസ്റ്റ് ടേം എന്ന് പറയുന്നത് 0 × 1 അങ്ങനെ ആയതുകൊണ്ട് അത് 0 ആയി പോകും. എനിവേ ദ സമ്മേഷൻ ഈസ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, അഥവാ n × n+1 × n+2 × n+3 ഡിവൈഡഡ് ബൈ 4. ഇത് മറ്റേ മെത്തേഡിൽ ചെയ്താലും ഇത് കിട്ടും, പക്ഷേ ഇങ്ങനെ ഡിഫറൻറ്റ് സീരീസ് ആക്കി ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമാണ്. സോ ദിസ് ഇസ് ദ ആൻസർ. അപ്പോൾ n × n+1 × n+2 3 ടേംസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ SN × n+3 ഓൾ ഡിവൈഡഡ് ബൈ 4 എന്ന് മാറ്റി എഴുതിയാൽ മതി. വേറെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2. ഈ ടൈപ്പ് ഡിഫറൻറ്റ് സീരീസിൽ an is equal to n × n+1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എഴുതുന്ന സമയത്ത് an is equal to ഒരു ടേമും കൂടി എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേമും കൂടി എഴുതിയാൽ n × n+1 × n+2 മൈനസ് ഓഫ് ഇതിനൊക്കെ n-1 കൊടുത്ത വേർഷൻ എഴുതിയാൽ n-1 × n × n+1. ഇവിടെ n × n+1 രണ്ടിലും കോമൺ ഫാക്ടർ ആണ്. ദെൻ n+2 മൈനസ് ഓഫ് n-1 is 3. ആ 3 നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു. നൗ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഇത് രണ്ടും ഇപ്പോൾ ഒന്ന് തന്നെയാണ്. നൗ Sn is equal to a1 + a2 + a3 + etc. + an. So a1 is 1/3 × ഇവിടെ n ന് 1 കൊടുത്താൽ 1 × 2 × 3 മൈനസ് ഓഫ് 0 × 1 × 2. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടേമിലെ ഈ സ്മോളസ്റ്റ് ടേം അവസാനം ബാക്കിയാവുന്ന സ്മോളസ്റ്റ് ടേം ഇവിടെ നെഗറ്റീവ് ആണ്. പ്ലസ് a2 ഈസ് 1/3 × 2 × 3 × 4 മൈനസ് ഓഫ് 1 × 2 × 3 പ്ലസ് 1/3 × 3 × 4 × 5 മൈനസ് 2 × 3 × 4. ഇതിങ്ങനെ അടുത്തടുത്ത് ക്യാൻസൽ ആയി പോയിക്കോളും. പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം 1/3 × n × n+1 × n+2 മൈനസ് ഓഫ് n-1 × n × n+1. ഓക്കെ, ഇവിടെ 1 × 2 × 3 മൈനസ് ഓഫ് 1 × 2 × 3 2 × 3 × 4 മൈനസ് ഓഫ് 2 × 3 × 4 ഇങ്ങനെ ക്യാൻസലായി
ഇതും കൂടെ ക്യാൻസൽ ആയി ലാർജസ്റ്റ് ടേം ബാക്കി ഉണ്ടാവും, സ്മോളസ്റ്റ് ബാക്കി ഉണ്ടാവും, ബട്ട് സ്മോളസ്റ്റ് ഈസ് ഓൾറെഡി 0. സോ ഫൈനൽ ആൻസർ ഈസ് n into n+1 into n+2 all divided by 3. ഇങ്ങനെയൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് സീരീസ് ആക്കി കൺവേർട്ട് ചെയ്ത് ചെയ്യാം. ഇനി ഫാക്ടോറിയൽ വരുന്ന കേസിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. If an is equal to n into n factorial, n times n factorial, then find Sn. Then find the sum up to n terms. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം an നെ എങ്ങനെയെങ്കിലും ഡിഫറെൻറ്റ് സീരീസ് ആക്കുക. സോ n into n ഫാക്ടോറിയലിൻ്റെ ഈ n ന് പകരം n+1 minus 1 into n ഫാക്ടോറിയൽ എന്നാക്കുക. n+1 minus 1 n തന്നെയാണ്, പിന്നെ അങ്ങനെ റീപ്ലേസ് ചെയ്തു. നൗ ദിസ് n+1 into n ഫാക്ടോറിയൽ ഈസ് n+1 ഫാക്ടോറിയൽ, n+1 into n ഫാക്ടോറിയൽ മൈനസ് ഓഫ് -1 into n ഫാക്ടോറിയൽ. ഇങ്ങനെ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കുക, ഇത്രയേ ഉള്ളൂ. സോ an is n into n ഫാക്ടോറിയൽ is basically n+1 ഫാക്ടോറിയൽ മൈനസ് ഓഫ് n ഫാക്ടോറിയൽ. Now it's a difference. Okay, now Sn is equal to a1 plus a2 plus a3 plus etc plus an. അതിനകത്ത് a1 എന്ന് വെച്ചാൽ n+1 ഫാക്ടോറിയൽ മൈനസ് n ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ മൈനസ് 1 ഫാക്ടോറിയൽ പ്ലസ് ഓരോന്നിൽ രണ്ട് ടേം ഉണ്ടാവും. a2 ഈസ് 3 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയൽ പ്ലസ് a3 ഈസ് 3 ഫാക്ടോറിയൽ മൈനസ് 4 ഫാക്ടോറിയൽ മൈനസ് 3 ഫാക്ടോറിയൽ plus etc. Last term is n+1 factorial minus n factorial. അത് an. ഇവിടെ സിമിലർ ടേംസ് അടുത്തടുത്തുള്ള ടേംസ് ക്യാൻസൽ ആവും. 2 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ മൈനസ് 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ അടുത്ത ടേമിൽ 5 ഫാക്ടോറിയൽ മൈനസ് 4 ഫാക്ടോറിയൽ അങ്ങനെ അങ്ങ് പോയിക്കോളും. അവസാനം n ഫാക്ടോറിയൽ വരെ കട്ടാവും. അവസാനം അവിടെ ബാക്കിയുള്ളത് വി ഡു ഹാവ് n+1 ഫാക്ടോറിയൽ മൈനസ് 1 ഫാക്ടോറിയൽ, അഥവാ 1 തന്നെ. സോ n+1 ഫാക്ടോറിയൽ മൈനസ് 1, ഇങ്ങനെയാണ് Sn. അപ്പോൾ an n ഫാക്ടോറിയൽ ആണെങ്കിൽ Sn n+1 ഫാക്ടോറിയൽ മൈനസ് n. ഇവിടുന്ന് തിരിച്ചും പോവാം. Sn കിട്ടിക്കഴിഞ്ഞാൽ s of n-1 എടുക്കുക, n പകരം n-1 കൊടുത്താൽ s of n-1 കിട്ടും. അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ an-ലേക്കും പോവാം. ആ ടൈപ്പ് 2-3 ക്വസ്റ്റ്യനും കൂടെ കാണിച്ചു തരാം. If Sn is equal to 2n cube minus n, then find an. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുവാണെങ്കിൽ ടേക്ക് s of n-1, ആൻസറിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യം Sn വേണമെങ്കിൽ ഒന്നുകൂടി എടുത്തെഴുതാം. Sn സം അപ് ടു n ടേംസ്, തിരിച്ചുള്ള റിവേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ Sn is equal to 2n square minus n. So s of n-1 is equal to 2n cube, 2 into n-1 cube. We are replacing n by n-1. അവിടെ n ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യല്ല, n എടുത്ത് ഒഴിവാക്കിയിട്ട് n ഉണ്ടായിരുന്ന സ്ഥലത്ത് n-1 കൊടുക്കുകയാണ്. Minus of n-1. Now this is 2 into n-1 whole cube is n cube minus 3n square plus 3n minus 1 whole n-1. Now let us take the difference. an is equal to Sn minus of s of n-1. So Sn is 2n cube minus n minus of 2 into n cube minus 3n square plus 3n minus 1 minus of minus plus n-1. So here 2n cube minus of 2n cube cut out. Then minus 2 into minus 3n square is 6n square. Minus 2 into 3n is minus of 6n. Minus 2 into minus 1 is plus 2. Plus 2 minus 1 is 1. So this is a 6n square minus 6n plus 1 in the corresponding Sn ആയിരുന്നു ഇത്. തിരിച്ചും കൂടി ചെയ്താൽ ഇത് തന്നെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ബാക്കിയൊക്കെ അവിടെ നിന്ന് പറയാം.